Hi guys, welcome back to another YouTube video. So today, 12th February 2026, ഇന്ന് GPP യൂസ് ചെയ്ത ഒരു ട്രേഡ് ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഹയർ ടൈം ഫ്രെയിം വിച്ച് ഇസ് ഡേ ടൈം ഫ്രെയിമിൽ ഞാൻ ചെയ്തിട്ടില്ല ബിക്കോസ് അയാൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ ഇതും കൂടി മാർക്ക് ചെയ്യേണ്ടതാണ്. ശരിക്കും നമ്മൾ പ്രീവിയസ് ഡേ ഹൈയും ലോവും എന്തായാലും നമ്മൾ മാർക്ക് ചെയ്യേണ്ടതാണ്. സോ previous day low, previous day high. Yeah. സോ അതായത് ഇതിന്റെ ടെക്നിക്ക് എന്താ വെച്ചാൽ അടുത്ത് വരുന്ന ക്യാൻഡിൽ ഒന്നുകിൽ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ അതൊരു ലിക്വിഡിറ്റി ആണല്ലോ, പ്രീവിയസ് ഡേ ലോ എടുത്തിട്ട് മുകളിലേക്ക് പോകും. അല്ലെങ്കിൽ ഇതെന്ന് വെച്ചാല് അല്ലെങ്കിൽ ഈ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ എടുത്തിട്ട് താഴത്തേക്ക് വരും. സോ നമ്മൾ 4 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 4 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കീ വാല്യൂസ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ബൈ സൈഡ് ലിക്വിഡിറ്റി ദാറ്റ് വി ഹാഡ്. ബൈ സൈഡ് ലിക്വിഡിറ്റി ഇതാണ് അവസാനത്തെ സെൽ സൈഡ് ലിക്വിഡിറ്റി. കീ വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്യണം. വെച്ചാൽ ആ കീ വാല്യൂസ് ഒക്കെ ലിക്വിഡിറ്റി ഏരിയസ് ആണ്. So this is the last sell side liquidity. Yeah. So ഇവിടെ ഒരു FEG ഫോം ആയിട്ടുണ്ട്. മാർക്കറ്റ് അങ്ങോട്ടേക്ക് നല്ല ഡൗൺഫോൾ വന്നില്ലെങ്കിൽ മാത്രമാണ്, പക്ഷെ നമുക്ക് മാർക്ക് ചെയ്യാം. And let's go to 1 hour. 1 hourൽ നമ്മൾ 8 MCR 9 MCR നമുക്കുണ്ട്. നമ്മൾ മാർക്കറ്റ് ഓപ്പണിംഗിൽ വന്നത് ഈ ഒരു ഇതാണ്. ഇത് 8 MCR, ഇത് 9 MCR. നമുക്ക് ഇന്ന് നമ്മൾ ചെയ്തത് 9 MCR ആണ്. അതായത് കാൻഡിൽ റേഞ്ചിങ് എല്ലാം സെയിം തന്നെ, റേഞ്ചിങ് തിയറി ഒക്കെ സെയിം തന്നെ, ആ ഒരു ഇത്. സോ ഇത് 9 MCRന്റെ ഹൈയും ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നു. MCR low, 9 MCR high. സോ ഇനി നമ്മൾ ഹയർ ടൈം ഫ്രെയിമില് CR വാല്യൂസ്, റേഞ്ചിങ് വാല്യൂസ് അല്ലെങ്കിൽ 9 AM 8 AM വാല്യൂസ് വരച്ചതിന് ശേഷം നമ്മൾ ലോ ടൈം ഫ്രെയിമായ 1 മിനിറ്റിലേക്കാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. 4 അവർ ആണെങ്കിൽ 5 മിനിറ്റും, 5 മിനിറ്റോ 15 മിനിറ്റ്, 1 അവർ ആണെങ്കിൽ 1 മിനിറ്റും. സോ ലെറ്റ്സ് മൂവ് ടു 1 മിനിറ്റ്. സോ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നോക്കിയാൽ നമുക്ക് തരുക, ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ല ലിക്വിഡിറ്റീസ് തന്നിട്ടുണ്ട്. ഇവിടെ കൺഫേം ചെയ്യാൻ വേണ്ടി 3 മിനിറ്റ് നോക്കാട്ടോ. സോ ഈ ഒരു പോയിന്റിൽ നമുക്ക് 9 MCRന്റെ മുകളിൽ ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്കൊരു അത്ര വരെ ലിക്വിഡിറ്റീസ് ഒന്നും തരാണ്ടാണ് പോയത്. ഇവിടെ നമുക്കൊരു ഇത് കിട്ടി. ഈ ഓർഡർ ബ്ലോക്ക് പ്ലസ് FEG നമുക്ക് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഹിയർ that is a 3 minute order block plus FEG. 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ that's okay actually. സോ ഇത് നമുക്ക് 3 മിനിറ്റ് FEG, 3 മിനിറ്റ് FEG പ്ലസ് OB എന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റ് ഇത് ഇവിടെ. ഞാൻ മാർക്കറ്റ് തിരിച്ച് അങ്ങോട്ട് കയറിയെങ്കിൽ നമ്മൾ ഷോർട്ട് കൊടുക്കാന്നായിരുന്നു എന്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു പോയിന്റിലേക്ക് റിട്ടസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓർഡർ ബുക്ക് ആക്കിയായിരുന്നു, ഓർഡർ ബ്ലോക്ക് ആക്കി. ഈ ഒരു പോയിന്റിൽ
മാർക്കറ്റ് ഓർഡർ എടുത്ത് വെച്ചാല് 9 AM CR ലോല് വരെ വെക്കാം. സോ ഇതാ ഇവിടെ ആയിരുന്നു എന്റെ ടാർഗറ്റ്, ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ തൊട്ട് മുകളിൽ. സോ ദിസ് വാസ് 1:1.83. Thank you for watching the video.